Hello, hi, welcome to Shamna's Kitchen and Craft. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് മസ്റ്റ് ട്രൈ ബിരിയാണി തന്നെയാണ് കേട്ടോ. വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പനീർ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിത് എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ടുള്ളത് ഒരു 2 വലിയ സൈസ് സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 6 പച്ചമുളക്, 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി, 1/4 കപ്പ് തൈര്, കുറച്ച് മിൻറ്റ് ലീവ്സും കുറച്ച് മല്ലിയിലയാണ് നമുക്കിതിനാവശ്യം. ഞാനിവിടെ 500 ഗ്രാംസിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട, അത് ഓൾറെഡി അതിൽ അബ്സോർബ് ചെയ്തോളും. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. അതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു സിനമൺ നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. 4 ഏലക്ക ആവശ്യമുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂണ് ജീരകമാണ്, നല്ല ജീരകമാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല ഒരു മണം, മസാലയൊക്കെ മൂത്ത നല്ലൊരു മണം വരും. അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്യണം. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന 2 ഓണിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈവച്ചൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓണിയൻ. ഉള്ളി പകുതി ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ജിഞ്ചറും 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റുമാണ് നമുക്ക് ഇടേണ്ടത്. അതും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളിടാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മസാലയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഷെയ്ഡായി വരും. എന്നിട്ട് ആ തൈരിൽ നിന്ന് ആ ഓയിലൊക്കെ വിട്ട് വരുന്നവരെ തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ ഒരു ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരിയുടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോയും മസാലയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഒരു ഓയിലൊക്കെ വിട്ട് വരൂല, ആ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാ മസാലയും നമ്മൾ ഇടുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം അതിൽ അബ്സോർബ് ചെയ്ത് ആ ഒരു ഓയിൽ വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ കുറച്ച് മിൻറ്റും കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്രമാണ് ആവശ്യം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കണം. ആ ഒരു വീഡിയോ കിട്ടിയില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യണം. ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പനീർ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അതിലേക്ക് നമുക്ക് പനീർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പനീർ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നീട് ഈ ഒരു ഇതേ ടൈപ്പ് ഈ അറ്റം നല്ല നൈസായിട്ടുള്ള ടൈപ്പ് സ്പൂൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പനീർ ഇതുപോലെ ഒന്ന് മറിച്ചിടാവൂ. ഇല്ലെങ്കിൽ പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. പനീർ നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പനീർ. ഇപ്പം നമ്മുടെ പനീർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ആവട്ടെ. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ബേ ലീഫ്, ഒരു 3 പച്ചമുളക്, ഒരു 4 ഏലക്ക എല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ അതിൽ ആ പച്ചമുളകിൻ്റെയും ആ മസാലയുടെയൊക്കെ ഫ്ലേവർ വെള്ളത്തിൽ ഇറങ്ങത്തുള്ളൂ. ഈ സമയത്ത് നമ്മൾ ആ മസാലയൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ഞാൻ അരമണിക്കൂർ മുന്നേ 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണം. നമ്മൾ അരി ഇട്ട് കൊടുത്താൽ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കണം. എന്നിട്ട് നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 85% നമ്മുടെ റൈസ് കുക്കായാൽ മതി. ബാക്കി ദമ്മിൽ കിടന്ന് കുക്കായിക്കോളും. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഞാനിനി ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ദമ്മിൻ്റെ പ്രോസസ്സ് ചെയ്യാം. ആദ്യം പനീർ ഫ്രൈ ചെയ്ത കുറച്ച് ഓയിലുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ആ പനീർ മസാലയിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒന്ന് നല്ല സോഫ്റ്റായി വരണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് മിൻറ്റും കൊറിയാണ്ടർ ലീവ്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പനീറൊക്കെ ആ മസാലയിൽ കിടന്ന് ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യണം, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യാണ്, ഒന്ന് നന്നായിട്ട് തന്നെ അതും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നീട് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂണ് നല്ല ജീരകം പൊടിച്ചതും കൂടെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക. ഇനി ഒരു പാന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കുക ഗ്യാസ് സ്റ്റോപ്പിലേക്ക്. പാന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമ്മുടെ ദം എടുത്ത് വെക്കുക. കുറച്ച് മൈദ വെച്ച് ഒന്ന് ആ ലിഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ദമ്മ് നന്നായിട്ട് അതിനകത്ത് ആ മണമെല്ലാം അതിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാം. നമ്മുടെ ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല മണം തന്നെ വരുന്നുണ്ട്. നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ മസാല എല്ലാം റൈസിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ആ മസാലയും റൈസും എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല, അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിളും ചെയ്യണേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.